പാഠം 309. ഓർത്തു വയ്ക്കേണ്ട കാര്യങ്ങൾ. ആ സത്യപാല, ഞാനാണ് സത്യഭാമ. ഇപ്പൊ എങ്ങനെയുണ്ട്? ആ അങ്ങനെ പറഞ്ഞാ പോരാ, ശരിക്കും സൂക്ഷിക്കണം. ഈ കാലത്ത് ഈ പനി തലവേദന എന്നൊക്കെ പറഞ്ഞാൽ നിസ്സാരമായി എടുക്കരുത്. അങ്ങനെ ധൃതി പിടിക്കേണ്ട കാര്യം എന്താ? റെസ്റ്റ് എടുക്കാൻ ഡോക്ടർ പറഞ്ഞാൽ റെസ്റ്റ് എടുക്കണം. അങ്ങനെയല്ലേ വേണ്ടത്? ഹോസ്പിറ്റൽ ആരാ കൂട്ടുള്ളത്? ഉണ്ടോ? എന്നാ പിന്നെ പേടിക്കാനില്ല. അശ്വതിയോട് എന്റെ അന്വേഷണം പറയണേ. ശരി. ആരോടായിരുന്നു ഇത്ര സ്നേഹത്തോടുള്ള കുശലാന്വേഷണം? സത്യപാലനായിരുന്നു. ജൂബിലി ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. പനി മാത്രമേ ഉള്ളോ അതോ ദഹനക്കേടും ഉണ്ടോ? ദഹനക്കേടോ? ഭക്ഷണം കാണുമ്പോ അയാൾക്ക് ഒടുക്കത്തെ ആർത്തിയല്ലേ. അങ്ങനെ വലിച്ചു വരുത്തുന്നാൽ ദഹനക്കേട് ഉണ്ടാവും. ഇതൊന്നും അല്ല. കഴിഞ്ഞ ആഴ്ച സത്യപാലനും ഭാര്യയും കൂടി വയനാട്ടിൽ അവരുടെ വീട്ടിൽ പോയിരിക്കുകയായിരുന്നു. തിരിച്ചു വന്നതിന്റെ പിറ്റേന്ന് മുതൽ ഭയങ്കര പനി. ഒരു ദിവസം ആ പനി വെച്ചോണ്ട് ഓഫീസിൽ വന്നു. അപ്പൊ സദാനന്ദ സാറ് പറഞ്ഞു, ഈ പരിപാടി പറ്റില്ല സത്യപാല, അസുഖമാണെങ്കിൽ ഡോക്ടറെ കാണണമെന്ന്. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയത്. ഇപ്പൊ അഡ്മിറ്റ് ചെയ്തേക്കുക. അത്രയും മനസ്സിലായി. സത്യപാലിന് പനിയാണ്, അയാൾ ആശുപത്രിയിലുമാണ്. പക്ഷേ ഇത്രയും നേരം ഫോണിൽ വിളിച്ച് കുശലാന്വേഷണം നടത്തേണ്ട കാര്യം നിനക്കെന്താ? ഈ ഫോണിന്റെ ബില്ല് അടയ്ക്കുന്നത് ഞാനാണ്. ഒരത്യാവശ്യം വിളിക്കാനല്ലേ ഈ ഫോണ്? അത്യാവശ്യത്തിന്. പക്ഷേ പനി പിടിച്ച് ആശുപത്രി കിടക്കുന്ന ഒരാളെ ദിവസവും വിളിക്കേണ്ട കാര്യം എന്താണ്? മോഹനേട്ടാ, മനുഷ്യർ നൂറ്റാണ്ടുകളായി ശീലിച്ച ചില രീതികളുണ്ട്. നമ്മുടെ അന്വേഷണവും സാമീപ്യവും ഒക്കെ ആവശ്യമുള്ള സമയത്ത് സഹജീവികൾക്ക് കൊടുക്കുക എന്നത്. അതുകൊണ്ടാണ് ഒരാൾ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ നമ്മൾ പോയി കാണുന്നതും മരണ വീടുകളിൽ പോയി ബന്ധുക്കളെ ആശ്വസിപ്പിക്കുന്നതും ഒക്കെ. കല്യാണവും പിറന്നാളും പോലുള്ള ആഘോഷങ്ങൾക്ക് നമ്മൾ മറ്റുള്ളവരെ ക്ഷണിക്കുന്നതും അവർ വരുന്നതും സന്തോഷം പങ്കിടാനാണ്. അങ്ങനെയേ മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റൂ. എന്റെ മോഹനേട്ടന് പിന്നെ ഇതൊന്നും പറ്റില്ല. കാരണം മോഹനേട്ടന്റെ ലോകത്ത് ആകെയുള്ളത് മോഹനേട്ടനും ഞാനും വില്ലേജ് ഓഫീസും മാത്രമാണല്ലോ. അതുകൊണ്ട് ഇത്തരം വികാരങ്ങൾ മോഹനേട്ടൻ മനസ്സിലാവുകയില്ല. നീ ഇപ്പൊ പറഞ്ഞത് ശുദ്ധ വിവരക്കേടാണ്. എന്റെ ലോകത്ത് ഞാനും നീയും വില്ലേജ് ഓഫീസും മാത്രമല്ല ഉള്ളത്. വില്ലേജ് ഓഫീസിൽ ഒരു ദിവസം എത്രമാത്രം ആളുകളാണ് ഓരോ കാര്യത്തിനായി വന്നു പോകുന്നത്. അവരുടെ എല്ലാം കാര്യങ്ങൾ അന്വേഷിച്ച് രേഖകൾ പരിശോധിച്ച് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് കെ മോഹനകൃഷ്ണൻ. സത്യത്തിൽ ഓരോ ദിവസവും ഞാൻ എത്രമാത്രം ആളുകൾക്കാണ് വലിയ 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 ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. അത് മോഹനേട്ടന്റെ ജോലി. ഞാൻ അതല്ല പറഞ്ഞത്. മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ്. ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ചുറ്റുമുള്ളവരുടെ പ്രശ്നങ്ങളിൽ നമ്മുടെയും ശ്രദ്ധയുണ്ടെന്നറിയുന്നത് അവർക്കൊരു ആശ്വാസവും. ഉദാഹരണത്തിന്, ഒരാൾ ആശുപത്രി കിടക്കുമ്പോൾ നമ്മൾ അയാളെ ചെന്ന് കണ്ട് രോഗവിവരങ്ങൾ തിരക്കുന്നത് അയാൾക്ക് എന്തുമാത്രം ആശ്വാസമായിരിക്കും. ഒരാശ്വാസമില്ല. അസുഖവുമായ ഒരാൾ ആശുപത്രിയിൽ കിടക്കുമ്പോൾ അയാൾക്ക് വേണ്ടത് വിശ്രമവും ഏകാന്തതയുമാണ്. രോഗിയായി കിടക്കുന്ന ഒരാളെ കാണാൻ ചെല്ലുന്നവർ അവിടെ ഇരുന്ന് വാദോരാതെ സംസാരിച്ചിട്ടുണ്ടെന്നാ ആ രോഗിയുടെ സമാധാനം. അതായത് ഒരാൾ രോഗിയായ ആശുപത്രിയിലായാൽ അയാളെ കാണാൻ പോകുന്നത് ശരിയല്ല എന്ന്. അല്ല. രോഗി മോഹനേട്ടനാണെങ്കിലോ? ഞാനാണെങ്കിൽ എന്നെ കാണാൻ വരുന്നവനെ മുറിക്കകത്ത് കയറാൻ സമ്മതിക്കില്ല. ഇതെല്ലാം ഇപ്പൊ പറയും. കാരണം ഇപ്പോൾ മോഹനേട്ടന് അസുഖമൊന്നുമില്ല. രോഗിയായി കഴിയുമ്പോഴുള്ള കാര്യം അപ്പോഴേ മനസ്സിലാകുകയുള്ളൂ. ഒന്നും മനസ്സിലാക്കാനില്ല. ഞാൻ പറഞ്ഞതാണ് ശരി. ശരി, സമ്മതിച്ചു. അസുഖത്തിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. അല്ലാത്ത സമയത്ത് ആളുകളെ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നതും പഴയ പരിചയങ്ങൾ പുതുക്കുന്നതൊക്കെ നല്ലതാണോ? അതിന് ധൂർത്ത് എന്ന് പറയും. ടെലിഫോൺ എന്ന് പറയുന്നത് അത്യാവശ്യ സമയത്ത് മാത്രം ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണ്. വേറെ ഒരു പണിയും ഇല്ലാത്ത നേരത്ത് പഴയ പരിചയക്കാരെ വിളിക്കാനും സംസാരിക്കാനും ഉള്ളതല്ല. ഇതാണ് മോഹനേട്ടന്റെ കുഴപ്പം. മോഹനേട്ടന്റെ സ്കൂളിലും കോളേജിലുമായി എന്തോരം ചങ്ങാതിമാരുണ്ടായിരുന്നിരിക്കാം. അവരിൽ ആരെങ്കിലുമായി എന്തെങ്കിലും ഒരു അടുപ്പം മോഹനേട്ടനുണ്ടോ? അവരൊക്കെ എന്ത് ചെയ്യുന്നതെന്ന് അന്വേഷിക്കാറുണ്ടോ? ഇല്ല. പക്ഷെ ഞാൻ അങ്ങനെയല്ല. ലോ കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് അടുത്ത സുഹൃത്തുക്കളായിരുന്ന എല്ലാവരെയും ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്.
ഓരോരുത്തരുടെയും പിറന്നാൾ ദിനത്തിൽ അവരെ വിളിച്ച് പിറന്നാൾ ആശംസകളും പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ എന്റെ പിറന്നാളിന് അവരും തിരിച്ചു വിളിക്കും. അതാണോ വലിയ കാര്യം? അത് വലിയ കാര്യം തന്നെയാണ് മോഹനേട്ടാ. മോഹനേട്ടന് അതൊന്നും മനസ്സിലാവില്ല. കാരണം മോഹനേട്ടന്റെ പിറന്നാളിന് ആകെ ആശംസ പറയാൻ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. എനിക്ക് മാത്രമല്ലേ ഈ മഹാന്റെ ജന്മദിനം അറിയൂ. ഹലോ, അതെ. ആ അമ്മേ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എനിക്കെന്ത് വിശേഷം? സുഖമായിരിക്കുന്നു. കഴിഞ്ഞ ശനിയാഴ്ച ഞാൻ വിളിച്ചാണല്ലോ അമ്മേ. അതുകൊണ്ടല്ല അമ്മയാ. അമ്മേ ശരി, ഞാൻ വിളിച്ചോളാം. എല്ലാ പെണ്ണുങ്ങളും ഒരുപോലെ. എന്താണ് അമ്മയെ ഞാൻ വിളിച്ചിട്ട് 3 ദിവസമായെന്ന് പറഞ്ഞ് അമ്മയ്ക്ക് പരാതി. ഇങ്ങനെ പരാതി പറയേണ്ട വല്ല കാര്യമുണ്ടോ? കഴിഞ്ഞ ശനിയാഴ്ച അമ്മ വിളിച്ചല്ലേ ഉള്ളൂ, ഇന്ന് ബുധനാഴ്ചയിലേ ഉള്ളൂ. അത് ശരിയാ മോനേട്ടാ. കഴിഞ്ഞ ശനിയാഴ്ച വിളിച്ച സ്ഥിതിക്ക് ഇനി അടുത്ത 2ാം ശനിയാഴ്ച വിളിച്ചാൽ മതി. ഒരു മാസത്തിൽ ഒരു പ്രാവശ്യത്തിൽ കൂടുതൽ വിളിക്കുന്ന ചെലവ് തന്നെയാണ് മോഹനേട്ടാ. എല്ലാ ദിവസവും മോഹനേട്ടൻ അമ്മയൊന്ന് വിളിച്ചാൽ എത്ര രൂപ ചെലവാകും? നിസ്സാരമായ പൈസ. പക്ഷെ അമ്മയ്ക്ക് അപ്പോഴുണ്ടാവുന്ന സന്തോഷത്തിന് പകരം എത്ര കോടി രൂപ കിട്ടിയാലും മതിയാവില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മളോട് സ്നേഹമുള്ളവർ എന്നിവരുടെയൊക്കെ കാര്യം. നമ്മൾ അവരെ ഓർമ്മിക്കുന്നുണ്ടെന്ന് തോന്നിയാ അവർക്ക് എന്തുമാത്രം സന്തോഷമായിരിക്കും. മോഹനേട്ടൻ അത് ശീലമില്ലാത്തതുകൊണ്ടാണ് അതിന്റെ സന്തോഷം മനസ്സിലാവാത്തത്. ഒരു ദിവസം ഒരാളോട് ഞാൻ പറഞ്ഞതുപോലെ ഒന്ന് പെരുമാറി നോക്ക്, അപ്പൊ അറിയാം അതൊരു സുഖവും സന്തോഷവും ഒക്കെ. ഹലോ, അതെ. എന്താ ശിശുപാല? ശങ്കരൻകുട്ടിയുടെ പോക്കുവരവിന്റെ കാര്യം നടക്കില്ല 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 എന്ന് എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു? അവന് പരാതിയോട് കേസ് പറ. ഉത്തമനോ? ഓഹോ, ശരി. ഉത്തമാണ് കൊള്ളാലോ. എന്താണ്? ശങ്കരൻകുട്ടിയുടെ പോക്കുവരവ് ശരിയായി കൊടുക്കാമെന്ന് പറഞ്ഞ് ഉത്തമൻ ശങ്കരൻകുട്ടിയുടെ കയ്യിൽ നിന്ന് 500 രൂപ വാങ്ങിയിരിക്കുന്നു. ഉത്തമൻ ഞാൻ വെച്ചിട്ടുണ്ട്. ഹലോ, അത് ഉത്തമനാ? നല്ലൊരു ദിവസമായിട്ട് എന്റെ വായിരിക്കുന്ന കേൾക്കാൻ വേണ്ടി നോക്കല്ലേ രാജീവേ. നീ എന്നെ കുറിച്ച് എന്താണ് വിചാരിച്ചേ? എനിക്കിപ്പോ ഇത്രേ മനസ്സുള്ളൂ. നീ കൊണ്ടുപോയി കേസ് കൊടുക്കും. അല്ലാതെ പിന്നെ ഇന്നൊരു ദിവസത്തേക്ക് വഴക്ക് വേണ്ടാന്ന് വിചാരിച്ചപ്പോ സമ്മതിക്കൂല ഓരോരുത്തർ. ആ ഇതാരുടെ ശങ്കരൻകുട്ടിയെ? എന്താ ഈ വഴിക്ക്? ഇന്ന് എത്രയാ തീയതി ഉത്തമൻ ഓർമ്മയുണ്ടോ? ജനുവരി 15. ആ, എന്റെ വസ്തു ജനുവരി 15-നകം പോക്കുവരവ് ചെയ്തു തരാമെന്ന ഉത്തമൻ ഏറ്റിരുന്നത്. അതിന്റെ പേരിൽ എന്റെ കയ്യിൽ നിന്ന് 500 രൂപ കമ്മീഷൻ വാങ്ങിച്ചു. അതെല്ലാം എനിക്ക് ഓർമ്മയുണ്ട് ശങ്കരൻകുട്ടി. ഇന്ന് വൈകുന്നേരത്തിനകം എല്ലാം ഞാൻ ശരിയാക്കും. മിനിയാന്നൂടി മോനിയുടെ സാറിനെ കണ്ടിട്ട് ശങ്കരൻകുട്ടിയുടെ പോക്കുവരവിന്റെ കാര്യം ഞാൻ സംസാരിച്ചല്ലേ? ഉത്തമൻ എന്തൊക്കെ പറഞ്ഞാലും ശങ്കരൻകുട്ടിയുടെ പോക്കുവരവ് നടക്കില്ല. അയാൾ ആധാരത്തിലാക്കി കൊണ്ടുവന്ന 18 സെന്റിൽ 1.5 സെന്റ് സർക്കാർ പുറമ്പോക്കാണ്. അത് ഞാൻ എങ്ങനെ പോക്കുവരവ് ചെയ്ത് കൊടുക്കും? സാറേ, അതെന്തെങ്കിലും അബദ്ധം പറ്റിയതായിരിക്കും. അല്ലാതെ ഇങ്ങനെ ആളെ പറ്റിക്കുന്ന ആളല്ല ശങ്കരൻകുട്ടി. അവ സാറിനെ പോലെ ഭയങ്കര മാന്യനല്ലേ? ചിലപ്പോ ഈ ഭൂമി ശങ്കരൻകുട്ടിക്ക് വിറ്റ ബഷീർ പറ്റിച്ചതാണെങ്കിലോ? പുറമ്പോക്ക് കൂടി അളന്ന് ആധാരം എഴുതിയതായിരിക്കും. അങ്ങനെയാണെങ്കിൽ കുറ്റം ശങ്കരൻകുട്ടിക്കാണോ? അല്ല, ശങ്കരൻകുട്ടിയുടെ കുറ്റമല്ല. അതാണ്. സർക്കാരിന്റെ ഭൂമി ശങ്കരൻകുട്ടിക്ക് വിറ്റത് ബഷീറാണെങ്കിൽ അതിന് സമാധാനം പറയേണ്ടത് ബഷീറാണ്, ഞാനല്ല. ഏതായാലും ഞാൻ വില്ലേജ് ഓഫീസറായിട്ടിരിക്കുമ്പോ ഈ അഴിമതി നടക്കില്ല. വെറും 1.5 സെന്റിന്റെ കാര്യമല്ലേ ഉള്ളൂ സാറേ. 1.5 സെന്റ് പോയിട്ട് 1 സെന്റ് ഭൂമി പോലും സ്വന്തമായിട്ടില്ലാത്ത ലക്ഷക്കണക്കിന് ആളുകളുള്ള നാടാണിത്. അവിടെ സർക്കാരിന്റെ 1.5 സെന്റ് കയ്യേറാൻ മോഹനകൃഷ്ണൻ സമ്മതിക്കില്ല. ഇതിപ്പോ എന്ത് ചെയ്യണമെന്നാണ് സാറ് പറയുന്നത്? ആ 1.5 സെന്റ് കുറച്ച് ബാക്കി 16.5 സെന്റിന്റെ ആധാരം രജിസ്റ്റർ ചെയ്തുകൊണ്ട് വന്നാൽ പോക്കുവരവ് നടക്കും. ഇല്ലെങ്കിൽ നടക്കില്ല. ഉത്തമ,
നീ എന്താ ആലോചിക്കുന്നേ? ഏയ് ഒന്നുമില്ല. നിന്റെ പോക്ക് വരവ് ഉടനെ നടത്തി തരാന്ന് മോനേട് സാറ് പറഞ്ഞത് ഞാൻ ഇങ്ങനെ ഓർക്കുകയായിരുന്നു. ഉറപ്പാണല്ലോ അല്ലേ? രൂപ 500 ഞാൻ തന്നത്. പോക്ക് വരവ് നടക്കാനേ പോകുന്നില്ല. ഇവന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച 500 കൊടുക്കാനാണ് എൻ്റെ കയ്യിൽ ഇല്ലതാനും. എന്താ ഉത്തമ? ഏയ് ഒന്നുമില്ല. ഉത്തമൻ ഒരു വാക്ക് പറഞ്ഞ വാക്കായിരിക്കും. ജനുവരി 15 ഇന്നാണെങ്കിൽ നിന്റെ കാര്യം ഞാൻ നടത്തിയിരിക്കും. പോരെ? എനിക്ക് നിന്നെ വിശ്വാസമാ. പക്ഷെ ഇന്നലെ വില്ലേജ് ഓഫീസിലെ ശിശുപാല സാറിനെ കണ്ടപ്പോ സാർ ഒരു സംശയം പറഞ്ഞു. ശിശുപാല സാറല്ലല്ലോ ഓഫീസർ, മോനേര് സാറല്ലേ? അതെ, പക്ഷെ നിനക്ക് 500 രൂപ ഞാൻ തന്നെന്ന് പറഞ്ഞപ്പോ ശിശുപാല സാർ പറയുക ആ കാശ് പോയെന്ന്. 500 നീ എനിക്ക് തന്ന കാര്യം ശിശുപാല സാറിന്റെ അടുത്ത് നീ പറഞ്ഞാ? ആ പറഞ്ഞു. 500 തന്നിട്ടല്ലേ, അത് പറയാതിരിക്കുന്ന എന്തിനാ? ഈശ്വരാ, അങ്ങനെയാണെങ്കിൽ ശിശുപാല സാർ അത് മോനേട് സാറിന്റെ അടുത്ത് പറയും. മോനേട് സാർ അറിഞ്ഞ എന്റെ കാര്യം കട്ടപ്പോകയായിരിക്കും. ആരിത് ഇതിന്റെ ഇടയിൽ? ഭഗവാനെ, മോഹനേട് സാറ്. ഹലോ, ഉത്തമൻ എവിടെയാണ്? ഞാൻ അത് പിന്നെ സാറേ, എവിടെയാണെങ്കിലും 10 മിനിറ്റിനുള്ളിൽ ഇവിടെ എത്തണം. എനിക്ക് അത്യാവശ്യമായിട്ട് ഉത്തമൻ ഒന്ന് കണ്ടേ പറ്റൂ. എന്താ സാറേ കാര്യം? കാര്യം ഇവിടെ വരുമ്പോ പറയാം. ഹലോ ഹലോ ഹലോ. അപ്പൊ എന്റെ കാര്യം തീരുമാനമായി. ശിശുപാല സാർ മറ്റേ കാര്യം പറഞ്ഞു കൊടുത്തതാണ്. നേരെ മുമ്പിൽ ചെന്ന് പെട്ടുകൊടുത്ത മോനേട് സാറിനെ ഒന്ന് ശരിയാക്കും. സാർ, സാറേ, നമസ്കാരം സാർ. നമസ്കാരം. ഞാൻ ഉത്തമനെ വിളിച്ചതിനാണെന്ന് മനസ്സിലായോ? ഇല്ല സാർ. ശങ്കരൻകുട്ടിയുടെ വസ്തു പോക്കുവരെ ചേരാനുള്ള അപേക്ഷ വില്ലേജ് ഓഫീസിൽ കൊണ്ടുവന്നത് ഉത്തമനല്ലേ? അതെ സാർ. അത് കഴിഞ്ഞ് ആ കാര്യം പറയാനായി ഉത്തമൻ ഇവിടെയും വന്നിരുന്നു സാർ. ഉത്തമൻ വന്നപ്പോ ഞാൻ വില്ലേജ് ഓഫീസർ മോഹനകൃഷ്ണൻ ഉത്തമനോട് എന്താണ് പറഞ്ഞത്? ആ പോക്കോരോ നടക്കൂല, അതില് 1.5 സെന്റ് പിറമ്പോക്കാണെന്ന്. എന്നിട്ടും ഉത്തമൻ ശങ്കരൻകുട്ടിയുടെ കയ്യിൽ നിന്നും കാശ് വാങ്ങി. സത്യത്തിൽ പോക്ക് വരവ് നടക്കുമെന്ന് ഓർത്ത് കാശ് ഞാൻ അതിന് മുമ്പാണ് വാങ്ങിയത്. കാശ് വാങ്ങിയതിന്റെ പിറ്റേ ദിവസമാണ് ഞാൻ സാറിനെ കാണാൻ വേണ്ടി ഇവിടെ വന്നത്. ഉത്തമൻ ഒന്നും പറയണ്ട. ഒരിക്കലും നടക്കാത്തൊരു പോക്കുവരവ് നടത്തി കൊടുക്കാമെന്ന് പറഞ്ഞ് ഒരാളുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങുന്നത് ഒരിക്കലും കമ്മീഷനല്ല, കൈക്കൂലിയാണ്. എന്റെ പേരിലാണ് ഉത്തമൻ കൈക്കൂലി വാങ്ങിയിരിക്കുന്നത്. ഉത്തമൻ കാശ് വാങ്ങിയത് നാട്ടുകാരറിയുമ്പോ അവരെന്താ കരുതുന്നത്? ഞാൻ വില്ലേജ് ഓഫീസർ മോഹനേഷൻ ഉത്തമനെ കൊണ്ട് കൈക്കൂലി വാങ്ങിപ്പിച്ചു എന്നല്ലേ? ഇത്രയും കാലത്തെ അധ്വാനം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയെടുത്ത സൽപ്പേര് ഉത്തമൻ ഇല്ലാതാക്കാൻ നോക്കി. ഇത് ഞാൻ സഹിക്കുന്ന പ്രശ്നമില്ല. ഉത്തമനെതിരെ ശങ്കരൻകുട്ടി കൊണ്ട് കേസ് കൊടുപ്പിക്കും. പോലീസുകാർ ഉത്തമനെ അറസ്റ്റ് ചെയ്താൽ എന്റെ ഭാഗം രക്ഷപ്പെടുമല്ലോ. സാറേ, ദൈവത്തെ ഓർത്ത് സാർ അങ്ങനെയൊന്നും കാണിക്കല്ലേ. സാറ് പോക്കോരോ നടക്കൂലെന്ന് തീർത്ത് പറഞ്ഞപ്പോ ശങ്കരൻകുട്ടിയുടെ കാശ് തിരിച്ചു കൊടുക്കാന്ന് ഞാൻ കരുതിയതാണ്. പക്ഷെ കയ്യില് പൈസ ഇല്ലായിരുന്നത് കൊണ്ട് പറയണ്ട. ഇത്തരം കാര്യങ്ങൾ നിയമത്തിന്റെ വഴിക്ക് നടക്കുന്നതാണ് അതിന്റെ ശരി. ബാക്കി കാര്യങ്ങൾ പോലീസ് തീരുമാനിക്കട്ടെ. സാറേ, ഒന്നും പറയണ്ട. പ്രശ്നമാണ്. ഇന്നത്തെ ദിവസം പോലീസുകാരുടെ ഇടികൊള്ളുന്ന പ്രശ്നമില്ല. തൽക്കാലം മുങ്ങുന്നതാണ് ബുദ്ധി. ആരിത് കിടന്ന് ഇതിന്റെ ഇടയിൽ വിളിക്കാം. മോനേര് സാർ തന്നെയാണല്ലോ. ഹലോ ഉത്തമ, ഞാനാ. വക്കീലായിരുന്നു. എന്താണ് വക്കീലേ? നമ്മുടെ ആ ചെലവമ്പലയുടെ കേസിന്റെ കാര്യത്തിലേ എനിക്ക് 1-2 സംശയങ്ങളുണ്ട്. ഉത്തമനൊന്ന് ഇവിടം വരെ വരണം. അല്ല, ഇന്ന് എനിക്ക് തീരെ സമയമില്ല. എങ്കിൽ ചെലപ്പമ്പലയുടെ കേസ് വാദിക്കാൻ വേറെ ആളെ നോക്കൂ. ഹലോ, അതും കുരിശായി.
ഇനി ഞാൻ ചെല്ലാത്തതിന്റെ പേരിൽ വക്കീൽ ആ കേസ് വാദിച്ചില്ലെങ്കിൽ ചെല്ലപ്പം പിള്ളയുടെ അടി ഉറപ്പാണ്. ഞാൻ ചെന്ന പോലീസുകാരുടെ ഇടി. എന്തായാലും അടിയുടെ കാര്യം ഫിക്സായി. ഈശ്വരോ, നല്ല ഐശ്വര്യമുള്ള ദിവസം. വക്കീലേ, സാറേ, മോഹനേഷ് സാറേ. ഈശ്വര രക്ഷിക്കണേ. ഉത്തമ, നമസ്കാരം വക്കീലേ. ഞാൻ വക്കീലല്ല, വില്ലേജ് ഓഫീസർ. ഉത്തമം വന്നോ? നമസ്കാരം സാറേ. സാറോ? അല്ല, ഈ പെട്ടെന്നുള്ള കാഴ്ചയിൽ സാറ് വക്കീല് സാറുമായി പെട്ടെന്ന് ഇങ്ങനെ തെറ്റിപ്പോയി. എന്താണ് വക്കീലെ കാര്യം? അയ്യേ, ഞാൻ വക്കീലാണെന്ന് ഒരു വട്ടം പറഞ്ഞു. അതെ, പക്ഷെ എന്താ സാറേ? അല്ല, എന്താ സാറേ വിളിച്ചത്? ഞാൻ വിളിച്ചത് എന്തിനാണെന്ന് ഉത്തമന് മനസ്സിലായതേ ഇല്ല. അല്ല, അതിപ്പോ അങ്ങനെ ചോദിച്ച മനസ്സിലായി. ഈ വീട് വൃത്തിയാക്കാൻ ഒരാളിനെ വേണമെന്ന് പറഞ്ഞില്ലേ? പക്ഷെ അത് പെട്ടെന്ന് ഞാനങ്ങ് മറന്നുപോയി. ഇപ്പോഴാണ് ഓർമ്മ വന്നത്. എന്നാ പിന്നെ ഞാൻ നാളെ കൊണ്ടുവരാം. എന്നാ പിന്നെ ഞാൻ പോട്ടെ സാറേ. ഉത്തമ, പോകാൻ വരട്ടെ. ഞാൻ വിളിച്ചത് ജോലിക്കാളെ കൊണ്ടുവരാനല്ല. പിന്നെ അകത്തേക്ക് വാ. അകത്തേക്കാ? അതെന്തിനു സാറേ? നമുക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ഇവിടെ ഒന്നും പറയുന്നില്ലേ നല്ലത്? ഇവിടെ ആകുമ്പം നല്ല കാറ്റുമുണ്ട്. അകത്തും നല്ല കാറ്റുണ്ട്. കാറ്റ് പോരെങ്കിൽ ഫാനുണ്ട്. വാ. അല്ല, അകത്തോട്ട് വരണമെന്നുള്ള ഉറപ്പാണ്? വന്നേ പറ്റൂ. സാറേ, വക്കീലെ, എന്താണ് പ്രശ്നം? സംഭവം എന്താണെങ്കിലും വക്കീലിനെ അറിയാതിരിക്കൂലല്ലോ. മോഹനേട്ടൻ വിളിച്ചത് എന്തിനാണെന്ന് എനിക്കറിയില്ല. ഞാൻ വിളിച്ച കാര്യം ഫോണിലൂടെ ഞാൻ പറഞ്ഞല്ലോ. ചിലപ്പോ മുലയുടെ കേസിന്റെ കാര്യം. ആ കേസിന് എന്താണ് വക്കീലെ പ്രശ്നം? ആദ്യം മോഹനേട്ടനുമായിട്ടുള്ള പ്രശ്നം തീർക്ക്. അത് കഴിഞ്ഞല്ലേ ഇത്. ആദ്യത്തെ കേസ് ആദ്യം എന്നാണല്ലോ. ഉത്തമം വരും. എന്നാലും ഒന്നുകിൽ മോനയുടെ സാറിന് എന്നെ നേരിട്ട് കൈവയ്ക്കാനാണ് പരിപാടി, അല്ലെങ്കിൽ മുറി പൂട്ടിയിട്ട് പോലീസിനെ വിളിക്കാൻ. രണ്ടായാലും സംഗതി പ്രശ്നമാണ്. ഓടിയാലോ? ഉത്തമ, ഇവിടെ വരാനാ പറഞ്ഞത്. വരാം. മോഹനേട്ടാ, ഉത്തമം വന്നു. സാറേ, ഇന്ന് എത്ര തീയതി? ജനുവരി 15. ജനുവരി 15-ന് എന്താ പ്രത്യേകത? അതിപ്പോ ഉത്തമം പറയുന്നതല്ലേ നല്ലത്. എങ്കിൽ ഉത്തമം പറയൂ. സാറേ, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാണ്. ജനുവരി 15-നകം ശങ്കരൻകുട്ടിയുടെ വസ്തു പോക്കോരോ ചെയ്തു കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞു എന്നുള്ളത് നേരെയാണ്. പക്ഷെ അതെന്റെ കുറ്റമല്ല സാറേ. പോക്കോരോ നടക്കൂല എന്ന് ഉറപ്പായ സ്ഥിതിക്ക് ശങ്കരൻകുട്ടിയുടെ കാശ് തിരിച്ചു കൊടുക്കണം. പക്ഷേ 500 ഇപ്പൊ എന്റെ കയ്യിലില്ല സാറേ. നാളെ വൈകുന്നേരത്തിന് ഞാൻ കാശ് തിരിച്ചു കൊടുത്തോളാം. ജനുവരി 15-ന് വേറെ ഒരു പ്രത്യേകതയില്ല ഉത്തമ. വേറെ എന്ത് പ്രത്യേകത? ഉത്തമനെന്ന് ആലോചിച്ച് നോക്ക്. അതിപ്പോ പ്രത്യേകതയൊക്കെ ഉണ്ട്. പക്ഷെ സാറുമായിട്ട് ബന്ധപ്പെട്ട പ്രത്യേകതയൊന്നുമല്ല. അതെന്ത് പ്രത്യേകതയാ? സാറേ, ഇന്നെന്റെ പിറന്നാളാണ്. പക്ഷെ ഞാനതങ്ങ് മറന്നുപോയി. ഇന്ന് രാവിലെ ഇളയ പെങ്ങള് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. ഇന്ന് ഉത്തമന്റെ പിറന്നാളാണെന്ന് വേറെ ആർക്കെങ്കിലും അറിയാമോ? വേറെ ആർക്കറിയാനാണ് സാറേ? അല്ലെങ്കിൽ തന്നെ നമുക്കൊക്കെ എന്തെന്ന് പിറന്നാള്. ഹാപ്പി ബർത്ത്ഡേ ടു യു. അല്ല, വക്കീൽ ഇതെങ്ങനെ അറിഞ്ഞു? വക്കീലെല്ലാം അറിയും അല്ലേ വില്ലേജ് ഓഫീസർ? പിന്നെ വക്കീൽ ഇത്തരം കാര്യങ്ങളെല്ലാം അറിയാം.
സാറേ, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സത്യത്തിൽ ഇത്രയും കാലത്തിനിടയ്ക്ക് എനിക്ക് ആദ്യമായിട്ട് അങ്ങനെ ഒരു പിറന്നാൾ സമ്മാനം കിട്ടുന്നത്. നിങ്ങൾ എന്നെ കളിയാക്കുകയല്ലേ അല്ലേ? കളിയാക്കിയതേ അല്ല. ശങ്കരൻകുട്ടിയുടെ കയ്യിൽ നിന്ന് ഉത്തമൻ കാശ് വാങ്ങിയെന്നറിഞ്ഞപ്പോ ഉത്തമനെ വെറുതെ വിടില്ല എന്ന് ഞാൻ തീരുമാനിച്ചതാ. പക്ഷേ അപ്പൊ ഭാമ പറഞ്ഞു, അല്ല, ഉത്തമൻ ഇതിലെന്ത് തെറ്റാ ചെയ്തത്? ഓരോ കടലാസുകൾ ശരിയാക്കി കൊടുക്കുന്നതിന് ഉത്തമന്റെ ഒരു ഫീസ് ഉണ്ടല്ലോ, അതായിരിക്കും അത്. പക്ഷെ നടക്കില്ലാത്ത കാര്യങ്ങൾക്ക് ഫീസ് വാങ്ങാൻ പാടുണ്ടോ ഭാമേ? നടക്കില്ല എന്നത് ഉത്തമൻ അറിയില്ലായിരുന്നല്ലോ. ഉത്തമൻ ശങ്കരൻകുട്ടിയുടെ കയ്യിൽ നിന്ന് അപേക്ഷ വാങ്ങിയപ്പോൾ തന്നെ കാശ് വാങ്ങിക്കാണും. മോഹനടനെ കണ്ടപ്പോഴല്ലേ പോക്കൂരോ നടക്കില്ല എന്ന് അറിഞ്ഞത്. അതിപ്പോ ഉത്തമന് കുറ്റമാണോ? അങ്ങനെയാണെങ്കിൽ ആ കാശ് തിരിച്ചു കൊടുക്കണ്ടേ? ഇതിപ്പോ ഞാൻ പറഞ്ഞിട്ടാ ഉത്തമൻ കാശ് വാങ്ങിയെന്നല്ലേ ശങ്കരൻകുട്ടി കരുതൂ. അത് തിരിച്ചു കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യട്ടെ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് മോഹനേട്ടൻ അറിയാമോ? ജനുവരി 15. ഇന്ന് ഉത്തമന്റെ പിറന്നാളാ. അത് നിനക്ക് എങ്ങനെ അറിയാം? കോടതിയിൽ ഒരു കേസിൽ ജാമ്യം നിൽക്കേണ്ടി വന്നപ്പോൾ ഉത്തമന്റെ തിരിച്ചറിയൽ കാർഡ് ഞാൻ കണ്ടു. ഓ, അതിൽ ജന്മതീയതി ഉണ്ടായിരുന്നല്ലോ. അന്നേ ഞാൻ തീയതി കുറിച്ചിട്ടതാ. മോഹനേട്ടാ, നമ്മൾ ഈ നാട്ടിൽ വന്ന കാലം മുതല് ഒരു സഹായത്തിനായുള്ളത് ഉത്തമനല്ലേ? തിരിച്ച് കാര്യമായിട്ടൊന്നും നമ്മൾ ചെയ്തിട്ടുമില്ല. ഈ പിറന്നാളിന് നമുക്കൊരു സസ്പെൻസ് ഉണ്ടാക്കിയാലോ? എന്ത് സസ്പെൻസ്? മോഹനേട്ടൻ ഉത്തമനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്. ബാക്കി കാര്യമല്ല, ഞാൻ ഏറ്റു. ഇന്ന് ഉത്തമന്റെ പിറന്നാളാണെന്ന് അറിയാവുന്നത് കൊണ്ട് ഇന്നലെ ഓഫീസിൽ നിന്ന് വന്നപ്പോ ഞാൻ വാങ്ങി വെച്ച ടീഷർട്ടും പാന്റുമാണിത്. വക്കീലെ, ഞാനിപ്പോ എന്താ പറയാ? ഇത് വക്കീലിന്റെ വക ടീഷർട്ടും പാന്റും. ഇത് എന്റെ വക 500 രൂപ. ഇത് കൊടുത്ത് ഇന്ന് തന്നെ ശങ്കരൻകുട്ടിയുമായിട്ടുള്ള എല്ലാ ഇടപാടും തീർത്തോളണം. പിന്നെ ഇത് പ്രധാന സമ്മാനം അല്ല, അതുകൊണ്ട് ഈ പൈസ എനിക്ക് തിരികെ തരണം. തന്നോളാം. അപ്പൊ ശരി, ഉത്തമം വിട്ടോ. എനിക്ക് കൃത്യം 9:38 ഓഫീസിലേക്ക് പോകാനുള്ളതാണ്. ഞാൻ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു വില്ലേജ് ഓഫീസറാണ്. സാറേ, എങ്ങനെയാ നന്ദി പറയണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നാ പിന്നെ പറയണ്ട, ഉത്തമം പോകാൻ നോക്ക്. കൃത്യം 10:15 എനിക്കും ഓഫീസിൽ പോകാനുള്ളതാണ്. ഞാൻ വളരെ തിരക്കുള്ള ഒരു വക്കീലുമാണ്. ശരി ശരി. പാവം ഉത്തമന്റെ കണ്ണു നിറഞ്ഞു. ഇതാണ് വില്ലേജ് ഓഫീസറെ ഞാൻ പറഞ്ഞത്. നമ്മുടെ ചുറ്റുമുള്ളവരോട് ഒരു ചെറിയ പരിഗണന കാണിച്ചാൽ അതിന്റെ 1000 ഇരട്ടി തിരിച്ചു കിട്ടുമെന്ന്. ഉത്തമന്റെ സന്തോഷം കണ്ടപ്പോ എന്റെ കണ്ണാ നിറഞ്ഞു പോയത്. എന്നാലും ഒരു പിറന്നാളായിട്ട് 500 രൂപ സമ്മാനം കൊടുത്തിട്ട് അത് തിരിച്ചു തരണമെന്ന് പറഞ്ഞത് മോശമായി. അത് ഞാൻ വെറുതെ പറഞ്ഞല്ലേ. ഞാൻ ഭയങ്കര കൃത്യനിഷ്ഠക്കാരനാണെന്ന് ഉത്തമ കരുതിക്കോട്ടെ. തിരിച്ചു തരുമ്പോ വേണ്ട എന്ന് പറയാമല്ലോ. എന്തൊക്കെ സംഭവിച്ചാലും ആ കടുംപിടുത്തം വാശി വിടരുതേ. അതെങ്ങനെ വിടും ഭാമേ? അത് വിട്ടാ പിന്നെ കെ മോഹനകൃഷ്ണൻ ഉണ്ടോ?